ശ്രീ രാജു പി നായർ, ഇപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് പ്രശാന്ത് ശിവനോട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ് കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടിയെ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ എത്ര ആരോപണങ്ങളാണെന്ന് നോക്കൂ. ഈ ഒരു ഒറ്റ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ മാത്രം വന്ന ആരോപണങ്ങൾ എത്രയാണ്? 3 ഇടത്താണ്, 3 തവണയായിട്ടാണ് ഈ കിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായത്. കയ്യൂക്കടക്കം കാണിക്കുന്ന 2 പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ നിലയ്ക്ക് എത്ര നാൾ തിരഞ്ഞെടുപ്പിൽ ഈ ഗുണ്ടായിസം കാണിക്കാൻ കഴിയും? തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ BJPക്കാരാണോ? അല്ല, ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കേരളത്തിൽ മുഴുവൻ BJP ഇത്തരത്തിലുള്ള ഈ പണത്തിന്റെയും ആക്രമണത്തിന്റെ എല്ലാം രാഷ്ട്രീയം, ഇവർക്ക് ഈ രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല. ഒരു സീറ്റ് പോലും ഇവർ എത്രമാത്രം എന്തൊക്കെ തലകുത്തി എന്ന് കാണിച്ചാലും കേരളത്തിൽ ഒരു സീറ്റ് പോലും ജയിക്കില്ല. അതിനകത്ത് ആ കൂടി പണ്ട് ഒരു സീറ്റ് ജയിപ്പിച്ചതിന്റെ അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. എന്തായാലും 10 വർഷം കഴിഞ്ഞ് നിൽക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റും ജയിക്കില്ല എന്ന് അങ്ങ് പറയാൻ കഴിഞ്ഞുള്ള ആർജം ഉണ്ടെങ്കിൽ പറയും. അല്ല, അതേ ഞാൻ എന്റെ വാദങ്ങളല്ലേ ഞാൻ പറയുന്നത്. നിങ്ങള് വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നുണയനായിട്ട് എന്റെ മെക്കിട്ട് കയറിട്ട് കാര്യമില്ല. ശ്രീ അനുരാജ്, BJP എത്ര സീറ്റ് ജയിച്ചു? BJP എത്ര സീറ്റ് ജയിച്ചത്? അനുരാജ്, നാട്ടുകാരുടെ മുമ്പിൽ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കള്ളങ്ങൾ പറയും. നിങ്ങൾ ചോദ്യം നേരിടേണ്ടി വരും. അതിന് അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രനായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രനായിട്ട് ഇവർക്ക് ഇത്രമാത്രം സാധ്യതയുണ്ട് എന്ന് ഇവർ കാണുന്ന പാലക്കാട് പോലും ഇവർക്ക് ഇത്തരത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കേണ്ടി വരികയാണ്. പിരായിൽ സാരി കൊടുക്കുകയാണ്. രമേശ് പിഷാർ, ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്താ പറയുന്നത്? അദ്ദേഹത്തിനെതിരെ തെളിവുകൾ മുഴുവൻ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ പുറത്തുവിടുന്നില്ല. സാരിയും പണവും കൊടുത്ത് വോട്ട് മേടിക്കാൻ നോക്കുന്നവർ രമേശ് പിഷാരടിക്കെതിരെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഞാൻ 10-ാം തീയതി കഴിഞ്ഞ് പുറത്തുണ്ടാകുന്നത് എന്തൊരു കാപട്യമാണ്, എന്തൊരു നാണക്കേടാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന് പോക്സോ കേസിൽ രക്ഷിച്ചവരെ കുറിച്ച് വിവരമുണ്ട്. ഈ സ്ത്രീയെ ആദ്യം പിടിച്ച് അറസ്റ്റ് ചെയ്യണ്ടേ? ഒരു കുട്ടിയെ പോക്സോ കേസിൽ പീഡിപ്പിച്ച ഒരാളെ കുറിച്ച്, ആ ക്രിമിനൽ ആക്ടിനെ കുറിച്ച് ബോധ്യമുണ്ടായിട്ട് അവർ പോലീസിനോട് പറയാതിരുന്നാൽ അവരെ പിടിച്ച് അകത്തിടണ്ടേ ആദ്യം, അല്ലെ? അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ എന്ത് പച്ച നുണയും എന്ത് കള്ളവും എന്ത് നെറികേടും പറയാൻ കഴിയുമെന്ന് BJP സ്ഥാനാർത്ഥികൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ശോഭാ സുരേന്ദ്രന്റെ ഒരു വേറൊരു വേർഷൻ ആണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മുഴുവൻ മറ്റൊരു വേർഷനാണ്. കുറെ സ്ഥാനാർത്ഥികൾ ഈ കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു എന്താ പറയുക, നാണം കെടുത്തുന്ന വിവരക്കേടുമായിട്ട് ഒരു ഭാഗത്ത് കുറെ എണ്ണം. അങ്ങനെ ഇത് കുറെ പേര് ഇത്തരത്തിന്റെ ഒരു അതർ എക്സ്റ്റെന്റിൽ നിന്നുകൊണ്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു. പണം കൊണ്ടു നടത്താൻ പറ്റും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു സീറ്റ് പോലും കിട്ടില്ല. ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. അത് കേരളം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ കൂടി ജനത്തിലെത്തുമ്പോൾ ആർക്കെങ്കിലും അല്പം സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ഇന്ന് തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ ഇനിയായിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രബുദ്ധരാണ്, പാലക്കാട്ടെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പാതു നമ്മളെന്തിനും നമ്മുടെ ഊർജ്ജം ഇനി അധികം കളയുന്നത്. ഓക്കെ, ഡിബേറ്റ് വിത്ത് മാധു സജി.